ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഫലജ് പോണ വീഡിയോ കേട്ടോ. മോള് നാട്ടിൽ പോകണോണ്ട് അവൾക്ക് കുറച്ച് സ്കൂൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫലജ് പോവാം കേട്ടോ. അപ്പോൾ ഫലജിന് ഇഷ്ടമല്ല കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ പോണ സമയത്ത് നമ്മൾ സുൽത്താൻ്റെ പള്ളി എപ്പോഴും കാണാറില്ല, സുൽത്താൻ കാബൂസ് മോസ്ക് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോകണമെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ അവിടെ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും സമയമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. പക്ഷെ ഉള്ളിലൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ രണ്ടാമത് മൂപ്പർക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പള്ളിൻ്റെ ഫുള്ളായിട്ടൊരു വ്യൂ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട്, ഉള്ളിലല്ല പുറത്തുള്ളൊരു വ്യൂ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പം അതിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് സ്ഥലത്താണ് ഈ ഒരു പള്ളി നിൽക്കേണ്ടത്. നല്ല എന്താ പറയുക, ചെടികളും കുറേ സ്ഥലത്ത് നല്ല ചെടികൾ, ഈത്തപ്പഴം, അങ്ങനെ മരങ്ങൾ, നിറയെ കൊന്ന മരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കയറി ചെല്ലുന്ന ആ ഭാഗത്തൊക്കെ കൊന്ന മരങ്ങൾ കേട്ടോ. നല്ല ഭംഗിയിൽ വെട്ടിയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. നിറയെ പൂക്കളുണ്ട് കേട്ടോ. കൊന്നപ്പൂ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ആ പള്ളി നമ്മൾ നടന്ന് കാണാനാണെങ്കിൽ തന്നെ ഒരുപാട് സമയം നമുക്ക് ചുറ്റുഭാഗം നടന്ന് കാണണ്ടോ, അത്രയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ മുപ്പര് ഞങ്ങളെ ആ പള്ളിയുടെ ചുറ്റുഭാഗം ഒന്ന് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണിച്ചു തന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫലജിക്ക് പോവുമായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ പള്ളിയിൽ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് മഗ്‌രിബിക്ക് കുറച്ച് കഴിഞ്ഞ് മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ കയറുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ ഒരു ഒഴിവുള്ള ദിവസം വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ സൊഹാറിലാണ് ഇതില്ലത്. സൊഹാറിൻ്റെ നെസ്റ്റോൻ്റെ ഷോപ്പിൻ്റെ കുറച്ച് മുന്നായിട്ടാട്ടോ ഇതില്ലത്. ഇതിപ്പോൾ നമ്മൾ അവിടേക്ക് പോകണ വഴികളാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുന്ന വ്യൂ എന്നല്ലാണ്ട് ഉള്ളിൽ കയറിയിട്ടില്ല വ്യൂ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന് കാണാൻ തന്നെ. വിട്ടുനിന്ന് കാണുമ്പോൾ എത്ര വലുപ്പത്തിൽ നമുക്ക് തോന്നി, അപ്പോൾ അതിൻ്റെ അടുത്ത് എത്ര ഉണ്ടാവും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വാതിലുകളായാലും നമ്മളിങ്ങനെ സൂം ചെയ്തുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമായിരുന്നു കേട്ടോ. അതിൻ്റെ എഴുത്തുകളും വാതിലുകളൊക്കെ ചുറ്റുഭാഗം അതിന് വാതിലുകളുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ വാതിലുകളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം. അപ്പോൾ ഉള്ളിൽ എങ്ങനെ നമുക്കറിയില്ല, നമ്മൾ കയറിയിട്ടില്ല. പിന്നെ അങ്ങനെ മോള് പോരുന്ന തിരക്കായതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളതിൽ പോയിട്ടില്ല. പുറത്തുനിന്നുള്ള കാഴ്ച ഒന്ന് കാണിച്ചിട്ടാണ് എഴുതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോസ് ഇനിയുണ്ട് വരാൻ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണണം. കണ്ടോ നിറയെ കൊന്നപ്പൂമരം കേട്ടോ. ഈ പോണ വഴിയിലൊക്കെ നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയുകയും ചെയ്തു കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഒരുപാട് നേരമൊന്നും നമ്മൾ അവിടെ ഇങ്ങനെ നിന്നിട്ടില്ല. ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പെട്ടെന്ന് പോവാറുണ്ട്, ഷോപ്പിൽ പോകാൻ നേരം വെക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ റൗണ്ട് അടിക്കുന്ന സമയത്ത് ഞാൻ അടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവും അതിൻ്റെ വ്യൂസ്. കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇതുപോലെ ചെടികളും ഇങ്ങനെ പച്ചപ്പിൽ നിറഞ്ഞ് നിൽക്കുന്ന കേട്ടോ. ഈത്തപ്പഴമൊക്കെ നിറയെ ചെറിയ മരങ്ങൾ നിറയെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിലേറെ ഭംഗി ഉണ്ടാവും കാണാൻ. നമ്മൾ ശരിക്കും അടുത്ത് നമ്മൾ ചെന്ന് കാണണം, എന്നാലും അതിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ നിറയെ ഇങ്ങനെ ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വെട്ടി നിർത്തി. ഇപ്പോൾ ഈ മഗ്‌രിബായത് തന്നെ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ. പിന്നെ പകലൊന്നും നമ്മൾ പോകില്ല, അത്രയും ചൂടാണ്. ഇപ്പോൾ ചൂടത്ത് തന്നെ പുറത്ത് ഇറങ്ങൂല. ഇപ്പം തന്നെ ഈ മഗ്‌രിബ് സമയം തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു.
അപ്പോൾ നമ്മളിതിൻ്റെ 4 എൻട്രൻസിലും ചുറ്റുഭാഗം നമ്മൾ ഈ കാറിൽ കറങ്ങിയിട്ട് തിരിച്ച് പോരുക കേട്ടോ. അപ്പം അത്രയും സമയം നമ്മൾ ഈ കാറിൽ ഇരുന്നിട്ട് തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം കാണണമെങ്കിൽ എത്ര ഏക്കറിലായിരിക്കും ഈ ഒരു പള്ളി ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നടന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കാറിൽ ഇരുന്നിട്ടാണ് ഇതിൻ്റെ 4 എൻട്രൻസും കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നുണ്ട്. ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.